ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതും ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് സ്പോഞ്ച് കേക്കാണ് നമ്മളിന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസിയാണ്, അതുപോലെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ ഒരു അടിപൊളി കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് മന്ന കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു ബൗളിലേക്ക് ചൂടാക്കിയിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി. ഓയിലിന് പകരം ഇതേ അളവിൽ തന്നെ ബട്ടർ മെൽറ്റാക്കിയിട്ട് എടുത്താലും മതി. ഇനി ചൂടായിട്ടിരിക്കുന്ന ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ കേക്ക് ഫ്ലോർ മാത്രമേ എടുക്കുന്നുള്ളൂ. കേക്ക് ഫ്ലോർ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ ഈസിയാണ്. ഇതിൻ്റെ റെസിപ്പി കിട്ടിയിട്ടുണ്ട്. ഇനി ആ ചൂടായിട്ടുള്ള ഓയിലും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കേക്ക് ഫ്ലോറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഓയിലും ഫ്ലോറും മിക്സാക്കി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് കട്ടയായിട്ട് വരുന്നതായിട്ട് തോന്നും. അത് കുഴപ്പമില്ല, ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ലൂസായിക്കോളും. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് 4 മീഡിയം സൈസിലുള്ള എഗ്ഗാണ്. അപ്പോൾ നമുക്ക് എഗ്ഗ് യോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗ് യോക്ക് ഈ ഒരു ഫ്ലോറിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഒക്കെ ആ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വീഡിയോസിൽ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന വിധമൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. പാത്രം കമഴ്ത്തിയാൽ പോലും താഴോട്ട് പോകാത്ത രീതിയിലായിരിക്കണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായിട്ട് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒരു റബ്ബർ പോലെ ഇരിക്കും. അപ്പം മുട്ടവെള്ള ഈ ഒരു വിധം ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് ഈ ഒരു എഗ് യോക്കിൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഓവറായിട്ട് മിക്സാക്കി എടുക്കരുത്, അപ്പോൾ നമ്മുടെ കേക്ക് ശരിയാകാതെ വരും. മെല്ലെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളുണ്ടല്ലോ 1-2 തവണയൊക്കെ എഗ് വൈറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സായ എഗ് വൈറ്റിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മെല്ലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. കുറച്ച് സമയം എടുക്കും ഫോൾഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആകാനായിട്ട്. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നന്നായിട്ട് ഉറപ്പ് വരുത്തണം, ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് അടിഭാഗത്തൊക്കെ നല്ല റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിവിടെ കേക്ക് ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് ബട്ടർ പേപ്പർ മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം നിറച്ച് ബാറ്റർ ഉണ്ടാവും, പൊങ്ങിച്ചാടി പോകുമൊന്നുമില്ല. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊങ്ങി പുറത്തോട്ട് ചാടി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. നിറച്ച് ബാറ്റർ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ആദ്യം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 50 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുന്നു, 150 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം.
അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒട്ടും പൊങ്ങിച്ചാടി പുറത്തോട്ട് ഒന്നും ചെയ്തിട്ടില്ല. നിറയെ ബാറ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. കേക്ക് ഇന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. കണ്ടോ, കട്ട് ചെയ്യുന്ന സമയത്ത് കേക്ക് എത്രത്തോളം സ്പോഞ്ചാണ് നമുക്ക് നോക്കിയാൽ അറിയാം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ ഓവനിൽ നിന്ന് എടുക്കുന്ന ആ ഒരു സമയത്ത് മുകളിൽ നല്ല ഉരുണ്ട് നല്ല പൊങ്ങിയിരിക്കും. അത് ഓവനിൽ നിന്ന് എടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഉടഞ്ഞു പോകും കേട്ടോ. എന്നാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആ ഒരു ഉരുണ്ട ലെവൽ മാറി ഒന്ന് ലെവലായെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. പിറ്റേ ദിവസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.